തിരുവനന്തപുരം മലയൻകീഴിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. കുന്നുവിള സ്വദേശി മനോജിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നത്. 5 പവൻ സ്വർണവും 30,000 രൂപയുമാണ് മോഷണം പോയത്. ക്ഷേത്രദർശനം കഴിഞ്ഞ് മനോജ് തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു മാല നഷ്ടപ്പെട്ട, ഒരു ബ്രേസ്ലെറ്റ്, ഒരു സിൽവറിൻ്റെ ഒരു ബ്രേസ്ലെറ്റ്, ഒരു 30,000 രൂപയോളം ഞാൻ വെച്ചിരുന്നു. അലമാരയൊക്കെ കുത്തി തുറന്നു, എല്ലാ ഡോറും തുറന്നിട്ടുണ്ട്. സംശയം ആരുമില്ല. എന്താണെന്ന് വെച്ചാൽ പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയാൽ മതി. ഡോഗ് സ്ക്വാഡ് ഇപ്പം പാവറ്റക്കുഴി റോഡ് വരെ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുന്നുള്ള ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് താഴെ ചാലച്ചിമൂല വഴി റോഡ് വഴി പാവറ്റക്കുഴി അതുവരെ പോയി. അതിനുശേഷം പിന്നെ ക്ലിയർ വ്യക്തതയില്ല. അതിനിടയ്ക്ക് 2 ക്യാമറയുണ്ട്. ഒരു ക്യാമറ ആക്റ്റീവാണ്, അതെന്ന് വെച്ചാൽ പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഈ മോഷണ കേസൊന്നും ഇവിടെ ഇല്ല. മുൻവാതിൽ തുറന്നു കിടന്ന നിലയിലായിരുന്നു. സമീപത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു മോഷണശ്രമം നടക്കുന്നതെന്നും വീടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നും നാട്ടുകാർ പറഞ്ഞു. എന്തായാലും ഇത് അറിയാവുന്ന ഒരാളാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഇവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഈ വീട്ടിൽ ഒരു 2 മാസം വരെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി തിരുപ്പതിയിൽ പോകാൻ വേണ്ടി പുള്ളി പോയ സമയത്ത് ഈ തൊഴിലാളിയോട്ട് പറഞ്ഞിട്ടാണ് പോയത്. അതിൻ്റെ രാത്രിയാണ് ഇവിടുന്ന് മോഷണം നടക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം, മീറ്റർ ബോർഡ് ഇന്നടുത്തിരിക്കുന്നു, ആ ഷെഡ് പൊളിച്ചു, നേരെ വന്നു വീടിനകത്ത് കയറി. ഇത് കൃത്യമായി അറിയാമെന്നുള്ളവരാണ്. ഈ പ്രദേശത്ത് ഇത്രയും വീടുകളുള്ളതാണ്. അപ്പോൾ ഈ വീട് മാത്രം കറക്റ്റായിട്ട് പുള്ളി ലൊക്കേഷനൊക്കെ നേരത്തെ മനസ്സിലാക്കിയാണ് ഈ മോഷണം നടത്തി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലയൻകീഴ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.